ഹലോ, ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. എനിക്ക് കുക്കിംഗ് അല്ല, വേറെ ഒന്നുമല്ല, ഒരു വ്യത്യാസമായ ഒരു വീഡിയോ. എൻ്റെ ജീവിതകഥയുമായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഇത് എല്ലാവരുമായിട്ട് പങ്കുവെക്കണം എന്നൊരു തോന്നൽ വന്നുപോയി. അതുകൊണ്ടാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ 7 വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് 61 വയസ്സായി. ഇപ്പോഴും ഞാൻ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. വീട്ടുജോലി കുറച്ചിലാണെന്നല്ല പറയുന്നത്, വീട്ടുജോലി നല്ലത് തന്നെയാണ്. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. 20 വർഷമായിട്ട് ഈ ഒരു വീട്ടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാത്രിയും പകലെല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ്, ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നാണ്. ഇപ്പോൾ സമയം 12 മണി. ഇപ്പം എനിക്കിങ്ങനെ ഞാൻ കിടന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതാണ്, ഇങ്ങനെ ഒരു ഇത് എല്ലാവരുമായി ഒന്ന് പങ്കുവെച്ചാലോ. ഇപ്പോൾ വീട്ടുജോലി ചെയ്ത് ഞാൻ കുറേയൊക്കെ, എനിക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ ആയി. പിന്നെ വീട് പണി തീർന്നിട്ടില്ല, വീട് പണി ഇപ്പോഴും ഉണ്ട്. എന്നാലും കഷ്ടപ്പാടും കുറച്ചൊക്കെ ഉണ്ട്, തീർന്നിട്ടില്ല. എന്നാലും ഇതുകൊണ്ട് മുന്നോട്ട് വന്നത് തന്നെയാണ് ഞാൻ. എൻ്റെ ഓണർമാരെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ്, നല്ലതാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ് ഇവിടെ. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കിവിടെ മാനസികമായിട്ടോ ഒന്നും ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നോ അതെല്ലാം അവർക്ക് ഓക്കെയാണ്. അവർക്കെന്നെ വലിയ ഇഷ്ടമാണ്. അതേപോലെ തിരിച്ചെനിക്കും അവരെ വലിയ ഇഷ്ടമാണ്. ഓണർമാർ നല്ല ഓണർമാരാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എന്നാലും എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവുമോ എന്നുള്ളതാണ്. പണ്ടൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നല്ലോ, രജനീകാന്തിൻ്റെ തമിഴ് സിനിമ 6ലിരുന്ന് 60 വരെ എന്ന സിനിമ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ജീവിതം എൻ്റേത്. ഞാൻ 7 വയസ്സിലിരുന്ന് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഈ ജോലിയിൽ തന്നെയാണ് തുടർന്ന് പോണത്. അപ്പോൾ എന്നെങ്കിലും ഇതിൽ നിന്നൊരു മോചനം എനിക്കുണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു വരുന്നത്. പ്രായം കൊണ്ടായിരിക്കാം, പ്രായത്തിൻ്റെതായിരിക്കാം. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും ജോലി ചെയ്യാൻ ആരോഗ്യക്കുറവൊന്നുമില്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലി ഇനിയും ചെയ്യും. ചെയ്യാതിരിക്കാനല്ല പറയുന്നത്. എൻ്റെ മനസ്സിൽ വന്നൊരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ മൊബൈലിൽ ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ എൻ്റെ റൂമിൽ നിന്നാണ് ഇപ്പം ഞാൻ ഈ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഷൂട്ട് ചെയ്യാനും ഇതിനൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ ഒരു അറിവിൽ വെച്ച് ഞാൻ എടുത്തിടുകയാണെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇനി പറഞ്ഞതൊരു തെറ്റാണോ എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ക്ഷമിക്കുക. ഇത് പറയാനാണ് ഞാൻ വന്നത്. എനിക്കൊരു മോചനം ഉണ്ടാവും, അതാണ് എൻ്റെ ഒരു ചിന്താഗതി. ബൈ.